ഒരു അത്യപൂർവ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ ചിത്രം ലക്കി ഭാസ്കർ. ബോക്സ് ഓഫീസിലെ 100 കോടി നേട്ടത്തിന് ശേഷം OTT-യിലെത്തിയ ചിത്രം മികച്ച അഭിപ്രായമായിരുന്നു നേടിയത്. തെന്നിന്ത്യ കടന്ന് നോർത്തിലും ഇന്ത്യയുടെ മറ്റിടങ്ങളിലും ചിത്രം വലിയ പ്രേക്ഷക പ്രീതി നേടിയിരുന്നു. പ്രേക്ഷകർക്കിടയിലെ ഈ സ്വീകാര്യതയാണ് നെറ്റ്ഫ്ലിക്സിലെ ഒരു ചരിത്ര നേട്ടം ലക്കി ഭാസ്കറിന് സമ്മാനിച്ചത്. തുടർച്ചയായി 100 ദിവസം നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ ടോപ്പ് 10-ൽ സ്ഥാനം പിടിച്ച ആദ്യ സൗത്ത് ഇന്ത്യൻ ചിത്രമായിരിക്കുകയാണ് ലക്കി ഭാസ്കർ. RRR, ദേവര, കൽക്കി, 2898 AD എന്നീ വമ്പൻ സിനിമകളെ പിന്തള്ളിയാണ് ലക്കി ഭാസ്കർ ഈ റെക്കോർഡ് കൈവരിച്ചത്. പാൻ ഇന്ത്യൻ സിനിമ എന്ന ലേബലിലെത്തിയ ചിത്രങ്ങൾക്ക് പോലും സ്വന്തമാക്കാൻ കഴിയാതിരുന്ന സ്ഥാനമാണ് ദുൽഖറിന്റെ ഈ തെലുങ്ക് ചിത്രം പുഷ്പം പോലെ പിടിച്ചെടുത്തത്. ബോക്സ് ഓഫീസിലെ 100 കോടി പോലെ തന്നെ ഈ നേട്ടവും ആഘോഷമാക്കിയിരിക്കുകയാണ് ആരാധകർ. തിയേറ്ററുകളോളം പ്രാധാന്യം OTT-ക്കുമുള്ള ഇക്കാലത്ത് ഈ 100 ദിവസത്തെ നേട്ടത്തിനും വലിയ വിലയുണ്ടെന്നാണ് കമന്റുകൾ. ഇത്രയേറെ സിനിമകളും സീരീസുകളുമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ദിവസം ടോപ്പ് 10-ൽ തുടരുക അത്ര എളുപ്പമല്ലെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരും ഏറെയാണ്. ഭാസ്കറായുള്ള ദുൽഖർ സൽമാന്റെ പ്രകടനത്തിനും വെങ്കി അഡ്ലൂരിയുടെ മേക്കിങ്ങിനുമാണ് OTT പ്രേക്ഷകരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കയ്യടി ഉയരുന്നത്. ഒരു സാധാരണക്കാരന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഏറ്റവും സ്വാഭാവികമായി ദുൽഖർ സ്ക്രീനിലെത്തിക്കുന്നുവെന്നാണ് പ്രധാനമായും ഉയരുന്ന അഭിപ്രായം. ചിത്രത്തിൽ ഭാസ്കറിനുണ്ടാകുന്ന വിജയങ്ങളും പരാജയങ്ങളും പ്രേക്ഷകരുടെ ഉള്ളിൽ തറയ്ക്കും വിധം അവതരിപ്പിക്കാനും ദുൽഖറിന് കഴിയുന്നുണ്ട്. പണത്തോടൊപ്പം സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളും നെഗറ്റീവ് ഷെയ്ഡുമെല്ലാം ഗംഭീരമായാണ് നടൻ അവതരിപ്പിച്ചിരിക്കുന്നതെന്നും അഭിപ്രായങ്ങളുണ്ട്. വെങ്കി അഡ്ലൂരിയുടെ ഗ്രിപ്പിംഗ് ആയ സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലിന്റെ ആരാധകരായിരിക്കുകയാണ് OTT-യിലെ കാണികൾ. ഒരേ സമയം ഏറ്റവും റിലേറ്റ് ചെയ്യാവുന്ന രീതിയിലും എന്നാൽ സിനിമാറ്റിക് ആയ ത്രില്ലിംഗ് മൊമെന്റുകൾ സമ്മാനിച്ചുമാണ് വെങ്കി കഥ പറയുന്നത്. പൊടി പറത്തുന്ന ഫൈറ്റ് സീനുകളോ സോക്കോൾഡ് മാസ് ഡയലോഗുകളോ ഇല്ലാതെ നായകനെ എലവേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് വെങ്കി പലതവണ ഈ ചിത്രത്തിൽ കാണിച്ചു തരുന്നുണ്ടെന്ന് പറയുന്നവരും ഏറെയാണ്. ഫാസ്റ്റ് നമ്പറുകളും മെലഡികളും എൻഗേജിംഗ് ബാക്ക്ഗ്രൗണ്ട് സ്കോറുമായി എത്തുന്ന GV പ്രകാശിന്റെ സംഗീത സംവിധാനത്തിനും കയ്യടികൾ ലഭിക്കുന്നുണ്ട്. നിമിഷ് രവിയുടെ ക്യാമറയും നവീൻ നൂലിയുടെ എഡിറ്റിംഗും പഴയ കാലഘട്ടത്തെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന ബംഗ്ലാന്റെ ആർട്ട് ഡയറക്ഷനും ചേർന്നാണ് സിനിമയെ മികച്ച അനുഭവമാക്കി മാറ്റുന്നതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. OTT-യിൽ എത്തും മുൻപ് തെന്നിന്ത്യൻ തിയേറ്ററുകളിൽ മികച്ച റണ്ണായിരുന്നു ലക്കി ഭാസ്കറിന് ലഭിച്ചത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടിക്ക് മുകളിലാണ് ചിത്രം നേടിയത്. കേരളത്തിലും സിനിമയ്ക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കാൻ സാധിച്ചത്. ആദ്യ ദിനം 2.05 കോടി കേരളത്തിൽ നിന്ന് നേടിയ ചിത്രത്തിന് തുടർന്നുള്ള ദിവസങ്ങളിൽ കളക്ഷനിൽ കുതിപ്പുണ്ടാക്കാനും സാധിച്ചു. 21.55 കോടിയാണ് ലക്കി ഭാസ്കറിന്റെ കേരളത്തിൽ നിന്നുള്ള ഫൈനൽ കളക്ഷൻ. മഹാനടി സീതാരാമം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം എത്തിയ ലക്കി ഭാസ്കറിലൂടെ തെലുങ്കിൽ ഹാട്രിക് ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു ദുൽഖർ സ്വന്തമാക്കിയത്. നേരത്തെ കുറുപ്പ്, സീതാരാമം, കണ്ണും കണ്ണും കൊള്ളയെടുത്താൻ, ഹേ സിനാമിക തുടങ്ങിയ ചിത്രങ്ങൾക്കും OTT-യിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ചിത്രം നേടിയിരിക്കുന്ന ഈ ബൂം ദുൽഖറിന്റെ വരാനിരിക്കുന്ന റിലീസുകളെ, പ്രത്യേകിച്ച് കാന്ത എന്ന ചിത്രത്തിന് ഏറെ ഗുണകരമാകുമെന്നാണ് കരുതപ്പെടുന്നത്. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷമുണ്ടായ ചെറിയ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് ദുൽഖർ തിരിച്ചെത്തുന്ന ഐ ആം ഗെയിം എന്ന ചിത്രത്തിന് OTT-യിൽ വലിയ തുടക്കം നൽകാൻ ലക്കി ഭാസ്കർ കാരണമാകും.